വോയിസ് ഓവർ തന്നെ കൊടുക്കണ കേട്ടാ. ശ്രീരാജാന്നേ. വ്ലോഗ് നമ്പർ 005 ശ്രീരാജാന്നേ. ചിരിക്കാന്നുമില്ല. ഇത് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വെള്ളാണിക്കൽ പാറമുകളാണ്. വെഞ്ഞാളുകാർക്ക് ഇത് പാറമുകളാണ്. നമ്മക്കും പാറമുകളിൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ പാറോളി പോവാം. ആ ഒരു വൈബ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ആളുകൊണ്ട് അങ്ങനെ പോകുന്നില്ല, സ്ഥിരമായിട്ട് പോകുന്നൊന്നുമില്ല. ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുറത്തൊക്കെയാണ്. ആ ഒരു നാട്ടിൽ വരുമ്പോഴൊക്കെയാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, അവനോടൊപ്പമാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ എളുപ്പത്തിന് സമന്യ നഗർ വഴിയാണ് പോകുന്നത്. സമന്യ നഗർ തിരിഞ്ഞ് പാറക്കിലേക്ക് പോകുന്ന റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരു താമരപ്പാടമുണ്ട്. ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഒരു താമര പോലും ഇല്ല. ഈ പുറകിൽ നിന്ന് വരുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ അതുൽ രാജും തേജസ് വിജയനും. ഈ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അത് ഈ സൂര്യൻ ഇങ്ങനെ ചരിഞ്ഞടിക്കുമ്പോഴത്തേക്ക് വാ, മനസ്സിന് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. പോകുന്ന വഴിയിൽ ഒരു മയിലിനെ കണ്ടായിരുന്നു. ഒരു ആൺമയിലും പെൺമയിലും ഉണ്ട്, പക്ഷെ ഇന്ന് ആൺമയിലിനെ മാത്രമാണ് കണ്ടത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇത്. നമുക്ക് ഓഫ് റോഡ് അയ്യോ, ഇവിടെ ഓഫ് റോഡ് സെറ്റപ്പ് ഉണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ പല്ല് പോവും. ഇത് വോയിസ് ഓവർ തന്നെ കൊടുക്കണ കേട്ടാ. ശ്രീരാജാന്നേ. വൈകണത്, പക്ഷെ വൈകുന്നേരം സന്ധ്യയാണ്. ഞങ്ങളിന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു, 5:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ എത്തിയത്. അച്ഛനും മകനും കൂടെ ഒരു പട്ടമൊക്കെ പറത്തുന്നുണ്ട്, അടിപൊളിയായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ ഇങ്ങ് വിട്ടെന്നാണ് തോന്നുന്നത്. യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റൊരു വലിയൊരു പ്രശ്നമാണിത്. സർക്കാർ പല രീതിയിലുള്ള വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലും അതിനെ നശിപ്പിക്കുക, ക്യാമറ വെച്ചാൽ ക്യാമറ അടിച്ചു പൊട്ടിക്കുക, ലൈറ്റിനെ ഇല്ലാതാക്കുക, തീയിടുക, അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. മദ്യക്കുപ്പികൾ വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുക, ഇതെല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞ് മലിനമാക്കി ഇവിടെ ചീത്തയാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ഈ സ്ഥലത്തെ തിരിച്ചു കൊണ്ടുവരാം, അതിമനോഹരമായി തിരിച്ചെത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേപോലെ സുഹൃത്തുക്കളായാലും നമുക്ക് ഫാമിലി ആയാലും സമാധാനത്തോടെ വന്നിരിക്കാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ്. കാറ്റ് കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. 1-2 മണിക്കൂറിൽ കൂടുതൽ നമ്മളിവിടെ ഇരുന്നു ഊരാ കാര്യവും പറഞ്ഞ്. ക്യാമറമാൻ ശ്രീരാജിനോടൊപ്പം ശ്രീരാജ്. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ശ്രീരാജാന്നേ.